ക്രിസ്തുവും ക്രിസ്ത്യാനികളും എപ്പോഴും മറ്റു മതങ്ങളെയൊക്കെ സ്നേഹിക്കാനും അവരെ പരിഗണിക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മുസ്ലിം സഹോദരങ്ങളുടെ പുണ്യമാസമായ റമദാൻ മാസമായ ഈ ദിവസം ഒരുമിച്ച് കൂടുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അതിന് ഐക്യകണ്ഠമായിട്ട് തന്നെ ഇടവക ജനങ്ങളും പാരിഷ് കൗൺസിലും അതിനുള്ള എല്ലാ പിന്താങ്ങും നൽകുകയുണ്ടായി. അതാണ് ഇവിടെ വിജയിച്ച് കണ്ടത് ഇന്നേ ദിവസം. പിന്നെ ഈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വരുന്നത്. കാരണം നമ്മുടെ ഈ ഇടവകയുടെ പ്രത്യേകതയാണ് ചുറ്റിലും മുസ്ലിം സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയുടെയും കൂടെ ഒരു ആവശ്യമാണ് ഇങ്ങനൊരു കൂട്ടായ്മ വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മൾ ക്ഷണിച്ച എല്ലാവരും, അതിൽ കൂടുതൽ ആൾക്കാർ ക്ഷണിതാക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്കും ഒരു സന്തോഷമാണ്. ഇതിൻ്റെ വികാരി എന്ന രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിൽ ആതിഥ്യം വഹിക്കാൻ സാധിച്ചതിലും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഇടവകയിൽ വികാരിയായി വിക്ടർ അച്ഛൻ ചുമതലയേറ്റതിന് ശേഷമാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഏറ്റവും അവസാനത്താണ് ഈ ഇഫ്താർ സൗഹൃദ സംഗമം എന്ന് പറയുന്നത്. നമ്മുടെ സമീപത്തുള്ള എല്ലാ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളെയും ഉസ്താദുമാരെയും ക്ഷണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ SNDP, NSS, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ സഹോദരങ്ങളാണെന്നുള്ളൊരു മഹത് സന്ദേശമാണ് ഇടവ ഇന്ന് ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്നത്. ബാലരാമപുരത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ഒരു തുടക്കമാണ്. അത് എല്ലാ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഇതിന്ന് മനസ്സിലാകുന്നത്. ഇത് വരും വർഷങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കും. തീർച്ചയായും ഇഫ്താർ സംഗമം സാഹോദര്യത്തിൻ്റെ സന്ദേശം തന്നെയാണ്. കാരണം അത് നമുക്ക് അനുഭവമായി തീർന്നു. ബാലരാമപുരം സെൻറ്റ് സെബസ്ത്യാനോസ് ഫറോന തീർത്ഥാടന ദേവാലയത്തിൻ്റെ നടത്തിപ്പുകാർ വന്ന് ഇത്തരത്തിലൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അത് ഇത്രമാത്രം മനസ്സിൽ സ്വാധീനം ചെലുത്തുമെന്ന് തീർച്ചയായിട്ടും കരുതിയില്ല. പക്ഷേ അവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അതിൻ്റെ മുഖ്യ നടത്തിപ്പുകാരൻ ഫാദർ വിക്ടർ എവരിസ്റ്റസ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ്, ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ കരോൾ സംബന്ധമായിട്ട് പുറത്ത് അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളുടെ ഘോഷയാത്ര നടന്നപ്പോൾ ഈ പ്രദേശത്തുള്ള 5 മുസ്ലിം പള്ളികളും അതേപോലെ അമ്പലങ്ങളും ദേവാലയങ്ങളുമൊക്കെ വളരെ അകമഴിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരുടെ ആ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ അപ്പോൾ തന്നെ ഉദിച്ച ഒരാശയമാണ് ഇതേപോലെ മുസ്ലിമീങ്ങളുടെ പരിപാടിക്കും അതേപോലെ മറ്റ് മതസ്ഥരുടെ പരിപാടിക്കും ഇതേപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹ സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന വിളിച്ചറിയിക്കുന്ന സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്ന്. അപ്പോഴാണ് നമ്മുടെ പരിശുദ്ധ റംസാൻ ആസന്നമായതും അവർ വളരെ കൂടുതൽ നേരത്തെ തന്നെ വന്ന് പള്ളിയുടെ ഭാരവാഹികളെ, ഇവിടുത്തെ പ്രസിഡന്റ് ഷാനവാസ് മൗലവി, സെക്രട്ടറി മൻസൂർ സാറ് തുടങ്ങി എല്ലാവരെയും കാണുകയും എന്നെയും റൂമിൽ വന്ന് കണ്ട് വളരെ കൂടുതൽ നേരം സൗഹാർദ്ദം പറഞ്ഞ് ക്ഷണിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവരുടെ ഈ പ്രഖ്യാപനം ഇത് നടത്തുവാനുള്ള കാരണം എന്താണെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ മനസ്സ് കുളിർത്തുപോയി. കാരണം നമ്മൾ പരിശുദ്ധമായ ഈ വർഷത്തെ നോമ്പെന്ന് പറയുമ്പോൾ തികച്ചും ഉഷ്ണം നിറഞ്ഞ ഒരു കാലാവസ്ഥയിലാണ്. ചുണ്ടും തൊണ്ടയൊക്കെ വരണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ സമ്മേളനത്തിന് പോകുന്നത്. 6:37 മുറിക്കേണ്ടുന്ന നോമ്പ് സത്യത്തിൽ അവരുടെ സ്നേഹത്തിൻ്റെ തേൻമഴയിൽ നമ്മൾ അപ്പോൾ തന്നെ നോമ്പ് മുറിച്ച അനുഭൂതി നമ്മുടെ മനസ്സ് കുളിർത്തു പോകും. ആ നിലയിൽ വളരെ സന്തോഷകരമായി, ഇതൊരു വെറുതെ പറയുന്ന വാക്കുകളല്ല, മനസ്സിൽ തട്ടി. ഇതേപോലെ സത്യത്തിൽ ഇതേപോലെ മനുഷ്യൻ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കുകയാണെങ്കിൽ ഇവിടെ തീർത്തും ഭാരതത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പലരും ആശങ്കപ്പെടുന്ന കാലുഷ്യവും സങ്കീർണതയും ഭയാശങ്കകളുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നതിൻ്റെ തികച്ച ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ആ പരിപാടി. വളരെ മനോഹരമായിരുന്നു. അവിടുന്ന് ഇറങ്ങി വരാൻ തോന്നാത്ത നിലയിൽ വരുന്ന വഴിക്ക് തന്നെ സ്ത്രീജനങ്ങൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് കാണുകയും അവൾ വളരെ ഹൃദ്യമായി നമ്മളെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. വളരെ സന്തോഷം നൽകി. അവിടുന്ന് വിഭവസമൃദ്ധമായ നോമ്പ് തുറയും ഭക്ഷണമൊക്കെ കഴിക്കാൻ സാധിച്ചു. അവിടെ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളും അതിൽ പങ്കെടുത്തു. അതിൽ പ്രത്യേകം നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ BJPയുടെ ജില്ലാ സെക്രട്ടറി അതിൽ പങ്കെടുത്തിരുന്നു. CPMൻ്റെ അതേപോലെ ഏരിയ സെക്രട്ടറി, അതേപോലെ കോൺഗ്രസിൻ്റെ KPCC അംഗങ്ങൾ, MLA, ഇതൊക്കെ വളരെ
ഹൃദ്യമായ സമൂഹത്തിൽ, അതായത് ഈ നാടിനെ മൊത്തത്തിൽ അവിടെ ഒരുമിച്ച് കൂട്ടിയ ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കുന്നതായിരുന്നു ഈ പരിപാടി. ഇവിടെ ആദ്യത്തെ ഒരു കാൽവെപ്പാണ്, ഇത് ചരിത്രമാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ വിപുലമായ നിലയിൽ ഇതിലും കൂടുതൽ ആൾക്കാരെ അതേപോലെ നേതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ട് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നെന്നും ഇതിലെന്തെങ്കിലും കുറവുകളോ ന്യൂനതയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമാം ക്ഷമിക്കണം എന്ന് വരെ അച്ഛൻ പറഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. ഞാനിപ്പോൾ നമ്മുടെ ഈ ബാലരാമപുരം വലിയ പള്ളിയിൽ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന നബിദിനവുമായി ബന്ധപ്പെട്ട് വലിയ മതസൗഹാർദ്ദ സമ്മേളനം നടക്കാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ പള്ളിയുടെ വിപുലമായ ഉദ്ഘാടന കർമ്മം നടന്നു. അപ്പോഴും ആ ഇടവകയിലെ ഫാദർ ഇവിടെ പങ്കെടുത്തിരുന്നു. അവരെ നമ്മൾ കൂട്ടമായിട്ട് അവരെ പള്ളിയുടെ അകത്തളങ്ങളൊക്കെ കാണിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുത്തു ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ. അതേപോലെ അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഈ പള്ളി. ഇതോളം പുരാതനമായ പ്രസക്തിയുള്ളതായ ക്രിസ്തീയ ദേവാലയമാണ് നമ്മുടെ സെൻറ്റ് സെബാസ്ത്യാനോസ് ദേവാലയം. അപ്പോൾ ഇതേപോലെ എല്ലാവരും എല്ലാ മതസ്ഥരുമായിട്ട് ഇത്തരത്തിൽ നമ്മൾ കൊടുത്തും കൊണ്ടും അതേപോലെ അറിഞ്ഞും മനസ്സിലാക്കിയും വിട്ടുവീഴ്ചയോടെ ജീവിക്കുകയാണെങ്കിൽ ഇത് സത്യത്തിൽ സ്വർഗമാകും, റിയലി സ്വർഗമാകും. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്.